വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കടുത്ത വേനൽ ചൂട് മുതലെടുത്ത് തണ്ണിമത്തൻ കൃഷിയിൽ ഭാഗ്യം പരീക്ഷിക്കുകയാണ് വണ്ടൂർ കാരാട് സ്വദേശി നാസറും ശാന്തിനഗർ സ്വദേശി യൂസഫ് അലിയും. പാട്ടത്തിനടുത്ത 3 ഏക്കറിലാണ് തണ്ണിമത്തൻ വിളവെടുപ്പിനൊരുങ്ങുന്നത്. വിളവെടുക്കുന്ന തണ്ണിമത്തനുകൾ അടുത്ത ബുധനാഴ്ച കൃഷിഭവനിൽ വെച്ച് വിൽപ്പന നടത്തുവാനാണ് തീരുമാനം. വണ്ടൂർ ഷാരി കൈതപ്പടിയിലുള്ള പാട്ടകൃഷിയിലാണ് ഇരുവരും ഭാഗ്യം പരീക്ഷിക്കുന്നത്. ജൂബിലി കിങ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ ഇവിടെ വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ കനത്ത ചൂടും കൃഷിക്ക് അനുകൂലമാണ്. ജലത്തിന്റെ കുറവ് കാരണം മൾച്ചിംഗ് കൃഷിരീതിയാണിവിടെ. കൃഷിക്ക് ഇതുവരെ രാസവളം ഉപയോഗിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമർ കോയയുടെ നേതൃത്വത്തിലാണ് ഇവർ തണ്ണിമത്തനിൽ പരീക്ഷണം നടത്തുന്നത്. വണ്ടൂർ കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന UC നാരായണ നമ്പൂതിരിന്റെ സ്ഥലത്താണ് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നാസറാക്കയും യൂസുഫാക്കയും കൂടെ കൂടിയിട്ട് ബത്തക്ക കൃഷി തുടങ്ങിയത്. കംപ്ലീറ്റ് ഇവിടെ ഈ കുഴിയിൽ, വെട്ടലും കുഴിയിൽ ചെറിയ കിണറുണ്ട്. അതിനകത്ത് നിന്ന് 1000 ലിറ്റർ വെള്ളമാണ് ഒരു രാവിലെ 1000 ലിറ്റർ വെള്ളം ഉച്ച കഴിഞ്ഞിട്ട് വേണം കിട്ടുക. ഈ 1000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഇത്ര സ്ഥലത്ത് 2 നേരം നനയ്ക്കുന്നത്. ഇത് PVC പൈപ്പ് തുളച്ചിട്ട് അതിൽ ഡ്രിപ്പിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ മേതനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലം കണ്ടാൽ അറിയാം ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളമുള്ള ആളുകൾക്ക് കൂടുതൽ ഏരിയയിൽ ഉള്ള വെള്ളം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്താൻ പറ്റിയ ഏറ്റവും നല്ല രീതിയാണ് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ബത്തക്കയുടെ ഫസ്റ്റ് പരീക്ഷണമാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് ബത്തക്ക കൃഷി ചെയ്യുന്നതുകൊണ്ട് ചെറിയ അപാധകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഈ ബത്തക്ക ഇപ്പോൾ ഞങ്ങൾക്ക് നോമ്പാണ്, ഞങ്ങൾ കഴിച്ചില്ല. നോമ്പില്ലാത്ത ഒരാൾ കഴിച്ചാൽ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമാണ്. അപ്പോൾ അടുത്ത ബുധനാഴ്ച ഇത് പറിച്ചിട്ട് ലൈവായിട്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ കൃഷിഭവനിൽ വെച്ചിട്ട് ഇതൊരു വിൽപ്പനയുണ്ട്. പൊതുവിനേക്കാൾ കുറച്ച് പൈസ കുറച്ചിട്ട് കൊടുക്കാനെന്നാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 100% മേടിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ മായവുമില്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടായ പതൊക്കെ മേടിച്ച് കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാ ആളുകളും പ്രയോജനപ്പെടും. ബുധനാഴ്ച 10 മണിക്ക് വണ്ടൂർ കൃഷിഭവനിൽ ഇവിടെ നിന്നും വിളവെടുത്ത തണ്ണിമത്തനുകൾ വിൽപ്പന നടത്തുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. 5 ടൺ തണ്ണിമത്തനുകൾ വിളവെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാത്ത് ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.